പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ a to b f of x dx is equal to a to b f of t dt. അതായത് ഇവിടെ x എന്നുള്ള വേരിയബിൾ t ആയിട്ട് റീപ്ലേസ് ചെയ്താൽ ഒരു മാറ്റം വരുകയില്ല. ഇന്റഗ്രൽ a to b f of x dx മൈനസ് b to f of x dx. അതായത് a to b എന്നുള്ള വേരിയബിൾ a to b ഫോർവേഡ് ഡയറക്ഷൻ വരുവാണെങ്കിൽ b to a വന്നാൽ സൈൻ എന്താവും? നെഗറ്റീവ്. അതായത് 1 to 2 എന്ന് പറയുന്നത് മൈനസ് ഓഫ് 2 to 1 എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ്. ഇന്റഗ്രൽ a to a f of x dx 0. അതായത് എക്കും എക്കും ഇടയ്ക്ക് എന്തില്ല? ഏരിയ ഇല്ല. കാരണം അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മീൻ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ 1 to 3 എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിലുള്ളതാണ്. 3 to 1 വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഏരിയ വരും. കാരണം ബാക്ക്വേർഡ് ഡയറക്ഷനാണ് വരുന്നത്. a to a 1നും 1നും ഇടയ്ക്ക് ഏരിയ ഇല്ല, കൊണ്ടാണ് 0 ആവുന്നത്. a to b f of x dx a to c പ്ലസ് c to b. കാരണം 1നും 3ക്കും ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 1നും 2നും ഇടയ്ക്കും പിന്നെ 2നും 3ക്കും ഇടയ്ക്കുള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ P3 ഇന്റഗ്രൽ a to b f of x dx എക്സിന് വരും a പ്ലസ് ബി മൈനസ് എക്സ് എന്ന് എഴുതുക. അപ്പോഴും നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇന്റഗ്രൽ a to b f of x dx ഇന്റഗ്രൽ a to b f of a പ്ലസ് ബി മൈനസ് എക്സ് dx എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. നമ്മൾ ഇതിന്റെ പ്രൂഫ് ഇനി തരും. ഇതാണ് ജസ്റ്റ് ഔട്ട്ലൈന്. ഓക്കെ, ആദ്യത്തെ 3 പ്രോപ്പർട്ടിയുടെ. അടുത്ത് ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0 to a f of a മൈനസ് എക്സ് dx. നമ്മൾ സെറ്റ് ഫ്രണ്ടിൽ എഴുതിനെ a പ്ലസ് 0 മൈനസ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. P4ന്റെ പർട്ടിക്കുലർ കേസാണ്. അതായത് ഇവിടുത്തെ ലോവർ ലിമിറ്റ് a എന്നുള്ള 0 ആയി, അപ്പർ ലിമിറ്റ് b എന്നുള്ളത് a ആയി മാറി. അത്രേ ഉള്ളൂ. 0 to 2a f of x dx എന്ന് പറയുന്നത് 0 to f of x dx പ്ലസ് 0 to f of 2a മൈനസ് എക്സ്. 0 to 2a f of x dx എന്ന് പറയുന്നത് എന്താണ്? 0 to a f of x dx പ്ലസ് 0 to a f of 2a മൈനസ് എക്സ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ രീതി സിംപ്ലിഫൈ ചെയ്യാം. 0 to 2a f of x dx എന്ന് പറഞ്ഞാൽ 2 times 0 to f of x dx എന്ന് എഴുതാം. പ്രൊവൈഡഡ് f of 2a മൈനസ് എക്സ് f of x ആണ്. ഇതിന്റെ വലിയ 0 എന്ന് എഴുതാം. പ്രൊവൈഡഡ് f of 2a മൈനസ് എക്സ് മൈനസ് f of x ആണ്. അതുപോലെ നെഗറ്റീവ് a to a f of x dx 2 times 0 to f of x dx എന്ന് എഴുതാം. പ്രൊവൈഡഡ് f of x എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. എന്താണ് ഈവൻ ഫംഗ്ഷൻ? f of മൈനസ് എക്സ് f of x. അവിടെ ബേസിക്കലി ഇത്രേ മീൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് x സ്ക്വയർ എന്നുള്ള ഒരു ഗ്രാഫ് വല്ലതും എടുക്കുക. സിമെട്രിക് ആണ്. ഈ ഗ്രാഫ് നെഗറ്റീവ് 2നും 2നും ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 0 to 2 ഉണ്ടാക്കുന്നതിന്റെ എന്താണ്? ഡബിൾ ആണ്. കാരണം ഇത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഓഡ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോ. എക്സാമ്പിൾ ഏതാണ്? ക്യൂബിക് ഫംഗ്ഷൻ. ഓക്കെ, എക്സ് ക്യൂബ്. അപ്പൊ അതാണെങ്കിൽ ഏതാണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന ഏരിയ നെഗറ്റീവ് 3ക്കും 3ക്കും ഇടയ്ക്കുള്ളത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അതെന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. നെഗറ്റീവ് ഇടയ്ക്കുള്ള ഈക്വൽ പോസിറ്റീവ് ഈക്വൽ നെഗറ്റീവ് വരേണ്ടത് എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് P4ഉം P5ഉം P6ഉം എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ഇതാണ് ജസ്റ്റ് ഔട്ട്ലൈൻ. എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടി എന്നുള്ളത്. ഒന്നാമത്തെ ഇന്റഗ്രൽ a to b f of x dx a to b f of t dt എന്താണ്? എക്സിന് വരെ കൊണ്ട് ടി നിട്ട് കൊടുത്താൽ മതി, ഒരു മാറ്റമില്ല. എക്സിന് വേണ്ടി ടി നിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡി ടി ബൈ ഡി എക്സ് 1 കിട്ടും. സോ വിച്ച് മീൻ ഡി ടി ഈക്വൽ ടു ഡി എക്സ്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റാം. എക്സിന് വരെ ടി എന്ന് കൊടുക്കുക, ഡി ടിക്ക് വരും ഡി എക്സ് എന്ന് കൊടുക്കുക. അടുത്ത P1 എന്താണ്? ഇന്റഗ്രൽ a to b f of x dx മൈനസ് ഇന്റഗ്രൽ a to b f of x b to f of x dx എന്ന് എഴുതും. എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ഓഫ് ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണ്. ഇന്റഗ്രൽ a to b f of x f of b മൈനസ് f of a. അങ്ങനെ ഒരു മൈനസ് വെളിയിൽ എടുത്താൽ f of a മൈനസ് f of b എന്ന് എഴുതുന്നതുകൊണ്ട് f of b മൈനസ് f of a ഒരു മൈനസ് വെളിയിൽ എടുത്താൽ f of b മൈനസ് വെളിയിൽ എടുത്താൽ f of a മൈനസ് f of b. അതുകൊണ്ടാണ് മൈനസ് ഓഫ് ഇന്റഗ്രൽ. ഇവിടെ അപ്പർ ലിമിറ്റ് a വരും. അതുകൊണ്ടാണ് b to a f of x dx എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? a to b f of x dx f of b മൈനസ് f of a ആണ്. ഒരു മൈനസ് വെളിയിൽ എടുത്താൽ f of a മൈനസ് f of b വരും. ഇന്റഗ്രൽ b to f of x dx വരും. മൈനസും വെളിയിൽ വരും. എയും ബി ഈക്വൽ ആണ്. ഇതിന്റെ വാല്യൂ 0 വരുമ്പോൾ a to b f of x dx എത്രയാകുന്നത്? 0 ആകുന്നത്. P2 അപ്പോൾ a to b f of x dx f of b മൈനസ് f of a വരും. കാരണം ക്യാപിറ്റൽ എഫ് ആന്റി ഡെറിവേറ്റീവ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ മീൻ ചെയ്യുന്ന എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു സ്മോൾ ഓഫ്. അങ്ങനെയാണ് a to c f of x dx f of c മൈനസ് f of a വരും. c to b f of b മൈനസ് f of c വരും. ഇതങ്ങനെ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. a to b 2ഉം 3ഉം കൂടെ അങ്ങ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 2ഉം 3ഉം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് മനസ്സിലാകും? ഓക്കെ, a to c ഇതങ്ങ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക.
എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് സി കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം നമുക്ക് എന്ത് എഴുതാം? 2 + 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, റൈറ്റ് സൈഡ് 1 കിട്ടുന്നു, ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പം നമുക്ക് എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, അത് തന്നെയാണ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം നമുക്ക് പ്രോപ്പർട്ടി F2 എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. എ ടു ബി എഫ് ഓഫ് എസ് ഡി എക്സ് മൈനസ് എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുന്നത്? അപ്പം ടി കൊണ്ട് എ പ്ലസ് ബി മൈനസ് എക്സ്, അങ്ങനെയാണെങ്കിൽ ഡി ടി മൈനസ് ഡി എക്സ് വരും. ടി കൊണ്ട് എ പ്ലസ് ബി മൈനസ് എക്സ് കൊടുക്കുകയാണെങ്കിൽ ഡി ടിക്ക് വരും മൈനസ് ഡി എക്സ് വരും. എക്സിന്റെ വാല്യൂ എ ഇട്ട് കൊടുത്താൽ, എക്സിന്റെ വാല്യൂ എ ഇട്ട് കൊടുത്താൽ എയും എയും കൂടെ കട്ട് ചെയ്യും, ടിയുടെ വാല്യൂ ബി വരും. എക്സിന്റെ വാല്യൂ ബി ഇട്ട് കൊടുത്താൽ ബിയും ബിയും കൂടെ കട്ട് ചെയ്യും, ടിയുടെ വാല്യൂ എത്ര കിട്ടും? എ കിട്ടും. അപ്പോൾ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് വരും മൈനസ് ഡി ടി മൈനസ് ഡി എക്സ് ആണ്, ബി ടു എ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ്? ടി കൊണ്ട് എ പ്ലസ് ബി മൈനസ് എക്സിന് കൊടുത്തു, ഈ എക്സിന് പകരം കൊണ്ടുപോയി എത്ര ഇട്ട് കൊടുത്തു? ടി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എക്സ്. അങ്ങനെയാണ് എക്സിന് വരും ടി മൈനസ് ഏതാണ്? നമ്മൾ ഡി ടിയിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പം ഈ എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് ടി എന്ന് എഴുതും. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് ടി. ഓക്കെ, എക്സിന് കൊണ്ട് എ എന്നിട്ട് കൊടുത്താൽ ടിയുടെ വാല്യൂ എത്ര കിട്ടും? ടി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ കൊണ്ട് ടിയുടെ വാല്യൂ ബി കിട്ടും. അതുപോലെ എക്സിന് കൊണ്ട് ബി ഇട്ട് കൊടുത്താൽ ടി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ, അതിന് കറസ്പോണ്ടിങ് നമുക്ക് എത്ര കിട്ടും? എക്സിന് കൊണ്ട് ബി എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വാല്യൂ എന്താകും? ക്യാൻസൽ ആയിപ്പോകും. ടിയുടെ വാല്യൂ എ കിട്ടും. അപ്പം മൈനസ് ബി ടു എ പ്ലസ് ബി മൈനസ് ടി ഡി ടി എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഡി ടി മൈനസ് ഡി എക്സ് ആണ്. ഇനി വേണ്ടി ഫ്ലിപ്പ് ചെയ്യാം. മൈനസ് ഉടനെ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് ടി ഡി ടി എന്ന് എഴുതും, പ്രോപ്പർട്ടി P1 വെച്ചിട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത P4 നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, പഴയ പോലെ തന്നെയാണ്, തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ടി ഈക്വൽ ടു എ മൈനസ് എക്സ്. ഓക്കെ, അതായത് P4 എന്നുള്ള പ്രൂഫ് ഇതാണ്. തൊട്ട് ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. കാരണം തൊട്ട് ഫ്രണ്ടിലത്തെ പ്രൂഫിൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? P4നെ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. കാരണം ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് എ ആണ്. അപ്പം 0 ടു എ മൈനസ് എക്സ് ഡി എക്സ്, പഴയ ടി എ മൈനസ് എക്സ് ഡി ടി മൈനസ് ഡി എക്സ്. എക്സിൻ്റെ വാല്യൂ 0 വരുമ്പോൾ ടിയുടെ വാല്യൂ എ വരും, എക്സിൻ്റെ വാല്യൂ എ വരുമ്പോൾ ടിയുടെ വാല്യൂ 0 വരും. പിന്നെ P3 പോലെ തന്നെ പ്രൊസീഡ് ചെയ്യുക. എക്സാക്ട്ലി സിമിലർ ആണ്, കാരണം P3 പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ P3 ഇതല്ല തന്നെ എന്നാണ്, എയുടെ വാല്യൂ 0 ബിയുടെ വാല്യൂ എ ആവുക. നമുക്കത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സാധിക്കും. ഓക്കെ, P5 0 to 2 f of x dx ന് വരും 0 to f of x dx പ്ലസ് a to 2 f of x dx എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 0 to f of x dx ന് വരും 0 to f of x പ്ലസ് a to 2 f of x dx എന്ന് പറഞ്ഞ് എഴുതാം. ആദ്യം നമ്മൾ ടിക്ക് വരും 2a മൈനസ് എക്സ് എന്ന് കൊണ്ടേ കൊടുത്തു, ഡി ടി മൈനസ് ഡി എക്സ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എ വരുമ്പോൾ ടിയുടെ വാല്യൂ എ കിട്ടും. എക്സിൻ്റെ വാല്യൂ 2a വരുമ്പോൾ ടിയുടെ വാല്യൂ എത്ര കിട്ടും? 0 കിട്ടും. റീഅറേഞ്ച് ചെയ്ത എക്സിൻ്റെ വാല്യൂ 2a മൈനസ് ടി, ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. ടി ഈക്വൽ ടു 2a മൈനസ് എക്സ് ഡി ടി മൈനസ് ഡി എക്സ്. എക്സിൻ്റെ വാല്യൂ എ വരുമ്പോൾ ടിയുടെ വാല്യൂ എ, എക്സിൻ്റെ വാല്യൂ 2a വരുമ്പോൾ ടിയുടെ വാല്യൂ 0, എക്സ് 2a മൈനസ് ടി. എ ടു 2 എഫ് ഓഫ് എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സിന് പകരം 2a മൈനസ് ടി, ഡി എക്സിന് പകരം മൈനസ് ഡി ടി, 0യ്ക്ക് പകരം ഓക്കെ അല്ലേ? നമ്മളിതിനെ എന്ത് റീഅറേഞ്ച് ചെയ്യണം. എക്ക് പകരം എത്രയായിട്ട് മാറും? എ തന്നെയായിട്ട് മാറും.
2a വരെ എത്രയായി മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അത്രയാണ് ഞാൻ എന്ത് ചെയ്തത്? എക്സ്പാൻഡ് ചെയ്തത്. a to 2 f of x dxന് പകരം ഞാൻ എന്ത് എഴുതി? മൈനസ് ഓഫ് a to 0 f of 2a മൈനസ് ടി ഡി ടി എന്ന് എഴുതി. അതിനെ റീഅറേഞ്ച് മൈനസ് ഫ്ലിപ്പ് ചെയ്ത ഇന്റഗ്രൽ 0 to f of 2a മൈനസ് ടി ഡി ടി എന്ന് എഴുതി. 0 to f of 2a മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞെഴുതി. അപ്പം a to 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 to a f of 2a മൈനസ് എക്സ് ഡി എക്സ്. അപ്പം നമുക്കറിയാം 0 to 2a നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 0 to a plus 2a. അപ്പം 0 to 2a f of x dx ഓൾറെഡി 0 to f of x dxും പിന്നെ എത്രയാണ്? റെഗുലർലി വരികയാണെങ്കിൽ സാധാ പ്രോപ്പർട്ടി വെച്ച് വരികയാണെങ്കിൽ a to 2a f of x dx എന്നാണ് വരുന്നത്. a to 2 f of x dx നമ്മളിപ്പോൾ ജസ്റ്റ് പ്രൂവ് ചെയ്തു എന്താണെന്ന്. 0 to a f of 2a മൈനസ് എക്സ്. എങ്ങനെയാണ്? t 2a മൈനസ് എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. dt dx കൊടുത്തു. എക്സിന്റെ വാല്യൂ a വരുമ്പോൾ ടിയുടെ വാല്യൂ a ആണ്. എക്സിന്റെ വാല്യൂ 2a വരുമ്പോൾ ടിയുടെ വാല്യൂ 0 ആണ്. എക്സിന്റെ വാല്യൂ 2a മൈനസ് ടി ആണ്. അത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് നമ്മൾ ഇത് എന്ത് ചെയ്തത്? സിംപ്ലിഫൈ ചെയ്തത്. ഓക്കെ.